അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വളരെ പ്രയോജനപ്രദമായ ഒരറിവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. 3 കൂട്ടുകാരെ സംബന്ധിച്ച്, 3 സഹോദരങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയൊരു ഹദീസാണ്. ഒരാളുടെ മരണ സന്ദർഭം, അദ്ദേഹത്തിൻ്റെ 3 സഹോദരങ്ങളെ അദ്ദേഹം വിളിച്ചു. എന്നിട്ട് 3 പേരെയും നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഇക്കാക്ക മരണപ്പെടാറായിട്ടുണ്ട്. എനിക്കിനി അധിക ദിവസങ്ങൾ ഈ ദുനിയാവിലില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളെ വളർത്തുവാനും നിങ്ങളെ പഠിപ്പിക്കുവാനും നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി തരാനുമൊക്കെ ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അവശനാണ്, മരണത്തോട് ഞാൻ മല്ലടിക്കുകയാണ്. 3 സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, എന്നെ ഒന്ന് സഹായിക്കണം. കാരണം ഞാൻ പോകുന്നത് ഒരു അപരിചിതമായ സ്ഥലത്തേക്കാണ്. അതുകൊണ്ട് 3 പേരും എന്നെ സഹായിക്കണമെന്ന് 3 സഹോദരങ്ങളോടും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ ആ സന്ദർഭത്തിൽ പറഞ്ഞു. മൂത്ത സഹോദരൻ പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ അങ്ങയെ സഹായിക്കാം. അങ്ങ് ഈ വീട്ടിൽ എത്ര നാളുണ്ടാകുമോ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. പക്ഷേ അങ്ങ് ഈ വീട് വിട്ട് ഈ ഉമ്മറത്ത് പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങയെ സഹായിക്കാൻ, അങ്ങയുടെ കൂടെ വരാൻ, അങ്ങയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങളോ സഹായങ്ങളോ ചെയ്തു തരാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞു. വളരെ നിരാശനായി മനുഷ്യൻ ഇത് കേട്ടിട്ട്. 2ാമത്തെ സഹോദരൻ പറഞ്ഞു, ശരി, ഞാൻ ഈ വീട്ടിൽ അങ്ങയെ സഹായിക്കാം, എന്ത് വേണമെങ്കിലും അങ്ങേക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു തരാം. എന്നാൽ ഈ വീട്ടിൽ നിന്നും അങ്ങ് യാത്ര പറഞ്ഞ് അടുത്ത വീടാകുന്ന ഖബർ, ഏതൊരു മനുഷ്യൻ്റെയും ഭൗതികമായ ഈ ദുനിയാവിന് ചക്രശ്വാസം വലിച്ച് പിരിഞ്ഞാൽ പിന്നെ അടുത്ത വീടെന്ന് പറയുന്നത് 6 അടി മണ്ണാണ്, ഖബറാണ്. ഒരു മനുഷ്യൻ്റെ 4ാമത്തെ ഭവനവുമാണ് ഖബർ. അപ്പോൾ ഈ വീട്ടിലും നിങ്ങളെ ഞാൻ സഹായിക്കാം. ഈ വീട് വിട്ട് അടുത്ത വീടാകുന്ന ഖബറിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോൾ ഖബർ വരെയും ഞാൻ സഹായിക്കും. പക്ഷേ അങ്ങ് ഖബറാകുന്ന വീട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങയെ സഹായിക്കാൻ എനിക്ക് കഴിയൂല. 2ാമത്തെ സഹോദരൻ്റെ വാക്ക് കേട്ടിട്ടും ഇദ്ദേഹത്തിന് ആകെ പ്രയാസമായി, വിഷമമായി. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ സഹായത്തിൻ്റെ ആവശ്യം വീട്ടിലല്ല, ഖബർ വരെയല്ല. ആരോരുമില്ലാത്ത, ഒരു മിന്നാമിനിങ്ങിൻ്റെ പ്രകാശം പോലുമില്ലാത്ത, കൂരാക്കൂരിൽ നിറഞ്ഞ, നിലവിളിച്ചാൽ പോലും കേൾക്കാൻ ഒരു മനുഷ്യനില്ലാത്ത ആ ഇടമാകുന്ന ഖബർ, ആ ഖബറിലേക്ക് പോകുമ്പോഴാണ് ഇദ്ദേഹത്തിന് സഹായത്തിൻ്റെ ആവശ്യം. 2ാമത്തെ സഹോദരനും ഖബർ വരെ ഞാൻ വരുമെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. 3ാമത്തെ സഹോദരൻ പറഞ്ഞു, വിഷമിക്കണ്ട, അങ്ങേക്ക് വീട്ടിൽ എന്ത് സേവനം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, സൗകര്യം ചെയ്തു തരാം, അങ്ങേക്ക് വേണ്ടുന്ന ഖിദ്മത്തുകൾ ചെയ്തു തരാം. അങ്ങ് ഖബറിലേക്ക് പോകുമ്പോൾ ഖബറിൽ ഞാൻ ഉണ്ടാകും, ഖബർ വരെ ഉണ്ടാകും. എല്ലാവരും പിരിഞ്ഞു പോയാലും അങ്ങയോടൊപ്പം ഞാൻ ഖബറിൽ കൂടെ ഉണ്ടാകും, പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 3 സഹോദരങ്ങളെയും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ വീട്ടിൽ അങ്ങേക്ക് വേണ്ടുന്ന ഖിദ്മത്ത് ചെയ്ത് സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞത് ആ മനുഷ്യൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം സമ്പാദിച്ച സമ്പത്താണ്. അദ്ദേഹത്തിൻ്റെ രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളാക്കി അധ്വാനിച്ച്, രാപകലില്ലാതെ, മഴയെന്നില്ല വെയിലെന്നില്ലാതെ അധ്വാനിച്ച അദ്ദേഹത്തിൻ്റെ സമ്പത്താണ്. അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ കാർപോർച്ചിൽ കിടക്കുന്ന വലിയ വാഹനം, അദ്ദേഹം ധരിച്ചിരുന്ന വില കൂടിയ വസ്ത്രങ്ങൾ, ധരിച്ചിരുന്ന ആഭരണങ്ങൾ, ചെരുപ്പ്, അതുപോലെ താമസിച്ചിരുന്ന ഭവനം എന്നു വേണ്ട അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തുകളുമാണ് 1ാമത്തെ സഹോദരൻ. ആ വീട്ടിൽ നിന്നും അവസാന നിലച്ച് അടഞ്ഞ കണ്ണുകളുമായി, ഒരിക്കലും തുറക്കപ്പെടാത്ത കണ്ണുകളുമായിട്ട് 3 കഷണം വെള്ള തുണിയിൽ പൊതിയപ്പെട്ട് അവസാനമായി അന്തിമ യാത്ര പറഞ്ഞ് വീട്ടിൻ്റെ ഉമ്മറത്ത് പടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഭവനം അവിടെയുണ്ട്. ദേഹത്തിനോടൊപ്പം ഖബറിലേക്ക് പോകുന്നില്ല. ദേഹത്തിൻ്റെ ഒരായുസ് മുഴുവനും സമ്പാദിച്ച സമ്പാദ്യം ഒരുപക്ഷെ അള്ളാഹുവിനെ പോലും മറന്നുകൊണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും പടച്ചവൻ്റെ പള്ളിയുമായിട്ട് ദീനുമായിട്ട് ബന്ധപ്പെടാതെ ദുനിയാവിന് വേണ്ടി ജീവിച്ച മനുഷ്യനാകാം. അതെല്ലാം ഉമ്മറത്ത് പടിയിൽ നിന്ന് ഈ മനുഷ്യൻ യാത്ര തിരിക്കുന്നതോടുകൂടി അവസാനിക്കുകയാണ്. അതാണ് 1ാമത്തെ സഹോദരനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. പ്രിയമുള്ളവരെ, ഐഹിക ലോകത്ത് ജീവിക്കണമെങ്കിൽ സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ സമാധാനത്തിനും സമ്പത്ത് ആവശ്യമാണ്. പക്ഷേ ആ സമ്പത്ത് ജീവിതത്തിൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും
ഒക്കെ ജീവിതത്തിൻ്റെ അസ്വസ്ഥത മാറാനും ഒക്കെ ആവശ്യമാണ് എങ്കിൽ, പക്ഷെ ആ സമ്പത്ത് കാരണം നമ്മുടെ ആ പരലോകം ആഖിറം നമ്മൾ മറക്കാൻ പാടില്ല. രണ്ടാമത്തെ കൂട്ടുകാരനെ സംബന്ധിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നത് ഒരു മനുഷ്യൻ്റെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ മരുമക്കൾ, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, അയൽക്കാർ, കൂട്ടുകുടുംബാദികൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണ്, ബന്ധുമിത്രാദികളാണ്, സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്. ഈ ഉമ്മറത്ത് പടിയിൽ നിന്നും അവസാന യാത്ര പറഞ്ഞ് മന്ദം മന്ദം ഖബറിലേക്ക് നീങ്ങുമ്പോൾ അവർ വീട്ടിൽ നിന്നും ഇദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്തവരായിരിക്കാം. ഖബർ വരെ അവർ പോവുകയാണ്. പള്ളിക്കാടിൻ്റെ 6 അടി മണ്ണിലേക്ക് ചെന്ന് ആ അദ്ദേഹത്തിനെ 6 അടി മണ്ണിലേക്ക് കിടത്തിയിട്ട് മുകളിൽ പലകയും വെച്ച് 3 പിടി മണ്ണും വാരി ആ ഖബറിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉറ്റവരും ഉടയവരും എല്ലാവരും ആ ഖബറിൻ്റെ ഓരത്ത് നിന്നും പിരിഞ്ഞു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്നലെ വരെയും കൂടെ കിടന്ന ഭാര്യയില്ല, ഇന്നലെ വരെയും കൂടെ കിടന്ന ഭർത്താവില്ല, ഇന്നലെ വരെയും വിളിച്ചാൽ ഓടി വരുന്ന അരുമ മക്കളില്ല, സഹോദരങ്ങളില്ല, നിന്റെ തോളിൽ കൈയിട്ട് നടന്നവരില്ല, ഒരാളും ഇന്നും നിന്നോടൊപ്പമില്ല. ഒറ്റയ്ക്ക് ഏകനായി പാർക്കേണ്ട ആ ഖബറിൻ്റെ ഉള്ളിൽ. രണ്ടാമത്തെ സഹോദരനെ സംബന്ധിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഒരു മനുഷ്യൻ്റെ കൂട്ടുകുടുംബങ്ങളാണ്. അവർ ഖബർ വരെ വരുന്നു, അത് കഴിഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോകുന്നു. പ്രിയമുള്ളവരെ, ജീവിതം ശോഭനമാകുന്നതിൽ കുടുംബങ്ങളുടെ പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. ജനനം മുതൽ മരണം വരെയുള്ള ഓരോ സന്ദർഭങ്ങളിലും മനുഷ്യരോട് അവൻ്റെ കുടുംബമുണ്ട്. എന്നാൽ എത്ര വേണ്ടപ്പെട്ടവരും എത്ര പ്രിയപ്പെട്ടവരും മരണത്തോടുകൂടി വേർപിരിയാൻ നിർബന്ധിതരാവുകയാണ്. ഏതൊരു സമ്പന്നനും മരണനാളിൽ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയുന്നത് 3 കഷണം തുണി മാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ രണ്ടാമത്തെ സഹോദരനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവൻ്റെ കുടുംബമാണ്. മൂന്നാമത്തെ സഹോദരൻ, ഈ വീട്ടിൽ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാകും, ഈ ഉമ്മറത്തൊബടയിൽ നിന്ന് ഖബറിലേക്ക് പോകുമ്പോൾ അവിടം വരെ ഉണ്ടാകും, അങ്ങ് ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുമ്പോൾ അങ്ങയോടൊപ്പം ഖബറിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങളാണ്. ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കർമ്മങ്ങൾ, അത് സൽക്കർമ്മങ്ങളാണെങ്കിൽ ആ രീതിയിൽ അവനിക്ക് നല്ല രൂപത്തിൽ അള്ളാഹു ആ സൽക്കർമ്മങ്ങളെ കൂട്ടുകാരനാക്കി കൊടുക്കും. ദുഷ്കർമ്മങ്ങളാണ് അവൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഒരു ദുർമാർഗി അവനെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു രൂപാന്തരപ്പെടുത്തി കൊടുക്കും. ഏതായാലും ശരി, മൂന്നാമത്തെ സഹോദരൻ എന്ന് പറയുന്നത് സദാസമയവും ഒരു കൂട്ടുകാരനെ പോലെ അവനോടൊപ്പം ഖിയാമത്ത് നാൾ വരെയും ഖബറിൽ ഉണ്ടാകുന്ന മനുഷ്യനാണ് കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാളെ കൂട്ടിന് നമ്മുടെ ആരും ഉണ്ടാവുകയില്ല. നമ്മൾ അധ്വാനിച്ച സമ്പത്തുണ്ടാവൂല, നമ്മൾ പടുതുയർത്തിയ നമ്മുടെ ഭവനങ്ങൾ ഉണ്ടാവൂല, നമ്മൾ യാത്ര ചെയ്ത വാഹനം ഉണ്ടാവൂല, നമ്മളുടെ കൂടെ നടന്ന നമ്മുടെ കൂട്ടുകാരുണ്ടാവുകയില്ല, അയൽക്കാരുണ്ടാവുകയില്ല, ഒരാളും ഉണ്ടാവുകയില്ല. പിന്നെ നമ്മുടെ സമ്പത്തോ നമ്മുടെ കുടുംബങ്ങളോ കൂട്ടിനില്ലാത്ത ഖബറിൽ നമുക്കാകെ കൂട്ടിനുണ്ടാകുന്നത് നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. കർമ്മങ്ങളൊന്നും പിരിഞ്ഞു പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനോടൊപ്പം അവശേഷിക്കുന്നതാണ് അവൻ്റെ കർമ്മങ്ങൾ. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കൂ, എത്രയോ നാൾ നമ്മൾ കിടക്കേണ്ടതാണ് ഖബറെന്ന് പറയുന്ന കൂരിരുട്ടുള്ള ഭവനം. അവിടെ നമുക്ക് കൂട്ടുവേണ്ടയോ? അവിടെ ആ നമ്മുടെ ഭവനം നമുക്ക് പ്രകാശം വേണ്ടയോ? അവിടെ നമുക്ക് ഇരുളിൽ നിന്ന് രക്ഷപ്പെടേണ്ടയോ? അതുകൊണ്ട് ഈ ദുനിയാവിൻ്റെ ഹ്രസ്വമായ ജീവിതത്തിൽ, നശ്വരമായ ജീവിതത്തിൽ, വളരെ കുറഞ്ഞ കാലയളവിൽ കർമ്മങ്ങൾ നന്നാക്കുക. നമുക്ക് കൂട്ടിന് ആ കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കർമ്മങ്ങൾ ഉപേക്ഷിച്ച്, നമസ്കാരം ഉപേക്ഷിച്ച്, ദീനിനെ ഉപേക്ഷിച്ച്, സൃഷ്ടാവിനെ മറന്ന് ഈ ഭൗതികതയുടെ ദുനിയാവിന് വേണ്ടി നമ്മൾ നെട്ടോട്ടമോടുകയാണ് രാപകലില്ലാതെ. ബാങ്ക് ശ്രദ്ധിക്കാൻ സമയമില്ല, കൃത്യമായി നമസ്കരിക്കാൻ നമുക്ക് സമയമില്ല, വേണ്ടുവോളം ആ നല്ല രീതിയിൽ അവനെ സൃഷ്ടാവിനെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സമയമില്ല. പ്രിയമുള്ളവർ, ഒരു നാൾ വരും, നമ്മുടെ മുൻഗാമികളൊക്കെയും ഖബറിലേക്ക് നീങ്ങിയതുപോലെ അവരുടെ പിന്നാലെ അനുസ്യൂതം ഞാനും നിങ്ങളും നടന്ന് നീങ്ങുകയാണ്. മന്ദം മന്ദം പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് ഖബറിലേക്ക് പോകാനും ആ ഖബറിൻ്റെ ഏകതയിൽ നമ്മൾ കഴിയുമ്പോൾ നീ പ്രയാസപ്പെടേണ്ട, ദുനിയാവിൽ നീ ചെയ്ത അമലുകളാണ്, സ്വാലിഹായ കർമ്മങ്ങളാണ് ഞാനെന്ന് പറഞ്ഞ് നമുക്ക് ഖിയാമത്ത് നാൾ വരെയും ഒരു കൂട്ടിനൊരാളുണ്ടാകണമെങ്കിൽ അത് നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്.
സൽക്കർമ്മങ്ങൾ കൊണ്ട് നിരതരാവുക, നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ ഈ 3 കൂട്ടുകാരിൽ ബുദ്ധിയുള്ളവർ ഏത് കൂട്ടുകാരെ ഞാൻ തിരഞ്ഞെടുക്കണമെന്ന് ചിന്തിക്കട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ മഹത്തായ ഹദീസ് നിങ്ങൾ പല ആവർത്തി കേൾക്കുക, മനസ്സിരുത്തി കേൾക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് നിങ്ങൾ കൊടുക്കുക. കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വളരെ പ്രയോജനപ്രദമായ അറിവുകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്തിത്തീരും. ദുആ വസിയ്യത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.